നിലമ്പൂർ ഏറ്റവും ശരിയായ ഒരു ജനവിധിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അത് ഇടതുപക്ഷ അനുകൂലമാവുക എന്നത് ഉറപ്പാക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, ഇടതുപക്ഷം പിന്തുണച്ച സ്വതന്ത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മണ്ഡലമാണിത്. പൊതുവെ നല്ല അടിത്തറ ഇടതുപക്ഷത്തിനുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി നിയോജകമണ്ഡലം നിലനിർത്തുക എന്ന ജോലിയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം ഭംഗിയായിട്ട് നടക്കുകയാണ്. വലിയ ജനസ്വീകാര്യതയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം മിനിയാന്നല്ലേ നമ്മൾ പ്രഖ്യാപിച്ചത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാൽ ആ പേരിനോട് ഒരു പ്രദേശം എങ്ങനെ എത്രയും പെട്ടെന്ന് പ്രതികരിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ നമ്മളിവിടെ നിയോജകമണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത്. ജനങ്ങളാകെ അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, ഒരു സ്വാഭാവികമായ ഒരു ജനങ്ങളുടെ പ്രതികരണമാണ്. മറ്റൊന്ന്, നിലമ്പൂരിൽ ഒരു നിർണായക ഘടകം PV അൻവർ ആണ്. PV അൻവർ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ച് അദ്ദേഹം മത്സരിക്കും. പക്ഷേ ഇന്നലെ രാത്രി വൈകിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു, ഒരു 3/4 മണിക്കൂറോളം ചർച്ച ചെയ്യുന്നു. ഇതിനെ എങ്ങനെയാണ് CPIM കാണുന്നത്? അതൊരു UDF പ്രതിസന്ധിയായിട്ട് കണ്ടാൽ മതി. UDF ഈ അൻവറിനെ നാടൻ മലയാളത്തിൽ പറയുക കുളത്തിലിറക്കി എന്ന് പറയും. അങ്ങനെയാണ് മലപ്പുറത്തൂർ പറയുക. അപ്പം ഞാനതും ആ ഭാഷ ഉപയോഗിച്ചാൽ അത് പരിചയമില്ലാത്ത ആൾക്കാരെ ചിലപ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കും. സത്യത്തിൽ പറയുന്നുണ്ട്, കുളത്തിലിറക്കുക എന്നുള്ളൊരു നാടൻ പ്രയോഗമാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ അൻവർ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളെയൊക്കെ പോലെയാണ് UDF ഇരുന്ന് അദ്ദേഹം കരുതിപ്പോയി. അവിടെ ചെന്നപ്പോഴാണ് പിടി കിട്ടിയത്. അവർക്ക് അവരുടെ ഇത് എടുത്തിട്ട് അൻവറിനായിട്ട് നൽകാനൊന്നും അവരുടെ കയ്യിൽ ബാക്കിയില്ല. അവർക്ക് തികയാത്തൊരു സ്ഥലത്തേക്കാണ് സ്ഥാനങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും അൻവർ ചെന്നെത്തിയത്. അവിടെ ചെന്നെത്തിയ അൻവറിനെ റോട്ടിലാക്കി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരു സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിലെ ചില മൂല്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരാൾ നമ്മുടെ ചേരുന്ന അപ്പുറത്ത് നിന്നാൽ അയാളെ സഹായിക്കാം എന്നൊരു ഉറപ്പ് നൽകിയാൽ ആ ഉറപ്പിൻ്റെ ഒപ്പം നിൽക്കണമല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അൻവർ വേണ്ട എന്നവർ പറയാണ്. അൻവർ എന്ന് വിട്ടതൊരു വല്ലാത്ത അവസ്ഥയിലല്ലേ. ഇവർ വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് കുറച്ച് ദൂരം നടന്നതിന് ശേഷം ഇവരങ്ങ് പോവുകയും അദ്ദേഹത്തെ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അതൊരു രാഷ്ട്രീയത്തിലായാലും പൊതുജീവിതത്തിലായാലും ജീവിതത്തിലാകെയായാലും മൂല്യമുള്ള മനുഷ്യൻ ചെയ്യില്ല. അൻവറിനോട് അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഇടതുപക്ഷത്തിനുണ്ടോ, CPIM-നുണ്ടോ ഈ ഘട്ടത്തിലും? കാരണം മുഖ്യമന്ത്രി ഇങ്ങനെ കടന്നാക്രമിച്ചു, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഒരു അൻവർ ഒരു ഇടത് സഹയാത്രികനായിരുന്ന ഒരാൾ, അദ്ദേഹത്തോട് ഇപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ CPIM-ന്? എല്ലാവരും ഇടത് സഹയാത്രികൻ ചെന്നെത്തിയ ഗതികേട് അതിനോടെ നമുക്ക് ശത്രുവിന് പോലും സംഭവിക്കരുതെന്ന് നമ്മൾ ചില സന്ദർഭത്തിൽ ചിന്തിച്ചു പോവില്ലേ. ഏതായാലും അൻവറിനോട് ഞങ്ങൾക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. CPM നിന്ന് അൻവർ ചെയ്ത പ്രവർത്തനം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പെരുമാറുന്ന ഒരാളുകളോടുള്ള ഞങ്ങൾക്കൊരു സമീപനമുണ്ട്. ഞാനങ്ങനെ ആവർത്തിച്ച് കാണുമ്പോൾ പറയണമെന്നില്ല. അതവിടെ ഉണ്ടല്ലോ. ആ നിലപാട് സ്ഥാനാർത്ഥിത്വം യഥാർത്ഥത്തിൽ ആർക്കാണ്? UDF-നാണോ ദോഷം ചെയ്യുക, LDF-നാണോ ദോഷം ചെയ്യുക? പൂർണ്ണമായിട്ടും UDF-നെ ദുർബലപ്പെടുത്തും. എന്താണോ അവർ UDF എന്ന് പ്രതീക്ഷിച്ച് UDF അൻവറിന്റെ രാജിയിലൂടെ പ്രതീക്ഷിച്ചത് അത് മുഴുവൻ നഷ്ടപ്പെടും. മാത്രമല്ല UDF-ലെ ചില വിരുദ്ധ ഘടകങ്ങളെ കൂടി ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമം അൻവർ നടത്തും. ഞാൻ പ്രതീക്ഷിക്കുന്നത് UDF-ന്റെ ഈ അപക്വ തീരുമാനങ്ങൾക്കെതിരായും നിലപാടുകൾക്കെതിരായും പൊതുവെ നിലമ്പൂരിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 അവസരവാദമാണ്. ഒന്ന് അൻവർ കാണിച്ച രാഷ്ട്രീയ അവസരവാദം, മറ്റൊന്ന് UDF കാണിച്ച രാഷ്ട്രീയ അവസരവാദം. ഇത് രണ്ടിനുമെതിരായിട്ട് ആത്മാഭിമാനമുള്ള മനുഷ്യൻ ചിന്തിക്കുകയും ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല ഇന്നത്തെ പൊതു രാഷ്ട്രീയ അന്തരീക്ഷവും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലനിൽക്കേണ്ടതാണെന്ന കേരളത്തിന്റെ പൊതു സമൂഹബോധവും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും സഹായകരമായിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും അനുകൂല അവസ്ഥയിലാണ് ഇപ്പോൾ സ്വരാജും അതിന്റെ സ്ഥാനാർത്ഥിത്വം. ഒറ്റ കാര്യം കൂടി, BJP-ക്ക് കുറച്ച് വോട്ടുള്ള സ്ഥലമാണ്. BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, എങ്ങനെ കാണുന്നത്? അല്ല, BJP-ക്ക് സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്ര കണ്ട് പ്രാവർത്തികമാക്കാൻ അവർക്കാവും എന്നത് സംശയത്തിലാണ്. ഞാൻ എപ്പോഴും അത് കണ്ടിട്ടുണ്ട്. കാരണം അത് UDF-നെ സഹായിക്കാനാണോ? അതായത് BJP സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വോട്ട് പോകാനുള്ള സാധ്യത കൂടുതൽ UDF-നാണല്ലോ. അതിനു വേണ്ടിയാണോ സ്ഥാനാർത്ഥിയെ നിർത്താതെ? അല്ല, BJP സ്വീകരിക്കുന്ന നിലപാടുകളിൽ എപ്പോഴും ദുരൂഹത ഉണ്ടാവും. നമ്മൾ കണ്ടത് കേരളത്തിലെ BJP എന്ന് പറഞ്ഞാൽ കേരളത്തിലെ BJP-യും UDF-ഉം പരസ്പര സാഹോദര്യത്തിൻ്റെയും സൗഭാത്രത്തിൻ്റെയും സഹായത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എപ്പോഴും BJP UDF-നെ നിർണായക സന്ദർഭങ്ങളിലെല്ലാം ഇവിടെ സഹായിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാരായിട്ട് അവർക്കറിയാം ഈ സഹായം നൽകുന്ന BJP-കാരുടെ പട്ടികനെ KPCC അഭ്യസിച്ചിരിക്കുന്നുണ്ട്. അവരുടെ പട്ടിക എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം അവരാരാണെന്നുള്ളത്. അപ്പോൾ അവര് ഏത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും കോൺഗ്രസ് അവസാന സന്ദർഭത്തിൽ അവിടെ ചെന്നിറങ്ങും. എന്നോടൊരു കോൺഗ്രസ് സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുകയാണ്,
അപ്പോൾ അവർ വിചാരിച്ചു ഈ സഹായമൊന്നും കിട്ടൂല. സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമ്പോഴും അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് അതിൻ്റെ മധ്യസ്ഥത വഹിച്ച ഒരു കോൺഗ്രസ് സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ആളുടെ പേരൊന്നും നമ്മൾ പറയാൻ പാടില്ല. മറ്റൊന്ന് അവസാനമായിട്ട് നിലമ്പൂരിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആവേശം പടരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിലമ്പൂരിൽ വിജയസാധ്യത എത്രമാത്രം? മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്നത് ഒരു ആത്മവിശ്വാസമാണ്. മുഖ്യമന്ത്രി എല്ലാ സന്ദർഭത്തിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ, വലിയ സംഘർഷനിർഭരമായ സന്ദർഭങ്ങളിൽ, അതുപോലെ തന്നെ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് വലിയ കരുത്തും ആത്മവിശ്വാസം നൽകിയിട്ടുള്ളതാണ്. ഇപ്പോഴാകട്ടെ ഒരു വലിയ രാഷ്ട്രീയ സമരത്തിലാണ്. അതിൻ്റെ ആ രാഷ്ട്രീയ മുഖം സഖാവ് പിണറായിയാണ്, ഈ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ. അപ്പോൾ അവിടെ വളരെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ പ്രകാശനം എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഏറ്റവും മികച്ച പ്രചാരകനാണ് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വരവ്, ആ വരവിലൂടെ രൂപപ്പെടുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം, ആ രാഷ്ട്രീയ സന്ദേശം ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾക്ക് അനുഗുണമായിട്ടുള്ളതായിരിക്കും, നിസ്സംശയം പറയാൻ കഴിയും. അതിന് സഹായകരമാണത്. മറ്റൊന്ന്, നിലമ്പൂരിൻ്റെ വികസന കാര്യങ്ങളിൽ ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ വിജയം നമ്മൾ നല്ല ഗുണമായിട്ട് മാറും. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. വികസനം സംബന്ധിച്ചുള്ള പരിമിതികളുടെ കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടപ്പെട്ടാൽ ഗവൺമെന്റ് വേഗത്തിൽ പരിഹരിക്കും. അത് എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇടതുപക്ഷം ജയിച്ചിടത്ത് എല്ലായിടത്തും വികസന കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ഇടപെട്ട് പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക, തട്ടിമുട്ടി നിൽക്കുന്നതൊക്കെ പാലിക്കാന്നില്ല. അപ്പോൾ അത് ആ നിലയിൽ നിലമ്പൂരിൻ്റെ വികസനത്തിൻ്റെയും വേഗത അത് വർദ്ധിപ്പിക്കും. പിന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം നൽകുന്നൊരു ആത്മവിശ്വാസമുണ്ട്. UDF കനത്തൊരു പരാജയം നൽകുക എന്ന ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിലെ ഏറ്റവും വേഗതയേറിയ ചുവടുവയ്പ്പാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം.